നമസ്കാരം. വി ഡി സതീശനെ എന്തുകൊണ്ട് കേരളം ഒന്നടങ്കം നുണേശൻ നുണേശൻ എന്ന് വിളിക്കുമ്പോൾ ചിലർക്ക് ഇന്നും ബോധ്യപ്പെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ചിലർക്ക് ഇനിയും ബോധ്യപ്പെട്ടില്ലെങ്കിൽ, ഇന്നത്തെ സതീശന്റെ ഒരു പ്രതികരണം കാണിച്ചു തരാം. നിങ്ങൾ കണ്ണാലെ കണ്ട കാര്യം, ചെവിയാലെ കേട്ട കാര്യം, അതും ആരും പറഞ്ഞു കേട്ടതല്ല, നിങ്ങൾ കണ്ടത്, നിങ്ങൾ കേട്ടത്. അങ്ങനെയുള്ളൊരു കാര്യത്തെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു വ്യക്തി നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾ കണ്ടു, നിങ്ങൾ കേട്ടു. ആ സത്യത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞ നിങ്ങളോട് സതീശൻ ഇന്നിപ്പോൾ സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു, എല്ലാവരും വാർത്തയാക്കി. കണ്ണൂരിനെ സംബന്ധിച്ച് അതിവൈകാരികമായ അദ്ദേഹത്തിന്റെ കുറിപ്പും AICC യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കേരളത്തിലെ വീട്ടിൽ വന്ന അദ്ദേഹം ആ വീട്ടിൽ തന്നെ കോൺഗ്രസ്സുകാരെല്ലാം അദ്ദേഹത്തെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സതീശൻ ആ ഫേസ്ബുക്ക് കുറിപ്പിനെ കുറിച്ച് പറഞ്ഞതൊന്ന് കേട്ടെ. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്കുള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാ. അദ്ദേഹം അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ പാർട്ടിയോടുള്ള കൂറും നിലപാടുമുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങളോട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കേട്ടല്ലോ, എങ്ങനെ ഒരു മനുഷ്യന് ഇത് സാധിക്കുന്നു എന്നാണ്. അതായത് താൻ എന്ന വ്യക്തി അയാൾ മറ്റൊരു വ്യക്തിയെയും പരിഗണിക്കുന്നില്ല, നീയൊക്കെ വേണമെങ്കിൽ ഇത് വിശ്വസിച്ചാൽ മതി എന്ന മനോഭാവക്കാരൻ. ഒന്ന് ആലോചിച്ചേ, ഒരു മനുഷ്യന് ആദ്യമായി വേണ്ട ബേസിക് ക്വാളിറ്റി എന്താണ്? തൻ്റെ വാക്കുകൾ അത് കൃത്യമായിരിക്കണം. അയാൾ എന്ന വ്യക്തിയെ അയാളുടെ വാക്ക് കേൾക്കുമ്പോൾ ഒരിക്കലും പരിഹസിക്കാൻ തോന്നരുത്. ആ നിലയ്ക്കായിരിക്കണം ഏതൊരു വിഷയത്തിലും നമ്മൾ വാക്കുകൾ പറയേണ്ടത്. സതീശന്റെ കാര്യത്തിൽ നിങ്ങൾ കണ്ട കാര്യത്തെയും കേട്ട കാര്യത്തെയും ഇങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ ഇയാളെന്ന വ്യക്തിയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മുടെ നാട്ടിൽ പറയില്ല, ഈ പെരുങ്കള്ളന്മാർ, പെരുന്നുണയന്മാർ എന്ന് പറഞ്ഞാൽ, കാര്യം നമ്മൾ കയ്യോടെ പിടിച്ചാലും, ഇപ്പോൾ കള്ളം ചെയ്യുന്നത് സതീശന്റെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് മോഷണം കയ്യോടെ പിടിച്ചാലും ആ പ്രതി ആദ്യം സമ്മതിക്കൂ? ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. എന്ത് പറയും? ഞാൻ കള്ളനല്ല എന്ന് പറയും, ഞാൻ നുണയനല്ല എന്ന് പറയും. അതുപോലെ ഈ സമൂഹത്തിന്റെ മുന്നിൽ, ഈ നാടിന്റെ മുന്നിൽ ഒരു പെരും നുണയനായ വ്യക്തി ബാക്കിയുള്ളവരെല്ലാം മണ്ടനാക്കി സ്വയം ഒരു ബുദ്ധിമാൻ ചമയുന്ന രീതിയാണ് നിങ്ങൾ കണ്ടത്. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതേ കാര്യം കേരളത്തിലെ ഏതെങ്കിലും ഒരു CPM നേതാവാണ് പറഞ്ഞതെങ്കിൽ എങ്ങനെയായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടാകാം? അതിനെ പോസ്റ്റ്മോർട്ടം നടത്തിയനെ. പക്ഷേ എത്ര ലഘൂകരിച്ചാണ് സതീശൻ പറയുന്ന വാചകങ്ങളെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന ആ സ്വരം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വേറെ ആരുടെയും പോസ്റ്റിലല്ല, ഏതെങ്കിലും അണിയുടെ അല്ല, സുധാകരന്റെ തന്നെ ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തേക്ക് വരുമ്പോൾ ആ കുറിപ്പിനെ കുറിച്ച് സതീശൻ പറഞ്ഞ കാര്യത്തെ മാധ്യമങ്ങൾ എങ്ങനെയാണ് നുണയെപ്പോലും നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ, അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഒരു സാധാരണ രീതിയിലുള്ള വാർത്ത പോലെ അവതരിപ്പിക്കുന്ന സ്വരം കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. സുധാകരനോട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചു എന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് സുധാകരന്റെ അറിവോടെയല്ല. സുധാകരൻ വിഷയത്തിൽ പ്രതിരോധത്തിലായ CPM-നെ രക്ഷിക്കാൻ സുധാകരന്റെ പേരിൽ വിവാദമുണ്ടാക്കുകയാണ് എന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. കണ്ടില്ലേ, രാവിലെ മുതൽ സുധാകരന്റെ വൈകാരികമായ പോസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്തവർ എത്ര ലളിതമായിട്ട്, എത്ര ലാളിത്യത്തോടു കൂടിയാണ് ആ വിഷയം പറഞ്ഞത്, വായിച്ചതെന്ന് കേട്ടെ. നമുക്ക് കേട്ടാൽ അതിലൊന്നും ഇല്ലാന്ന് തോന്നും. അത് എന്തോ സതീശൻ ഒരു കാര്യം പറഞ്ഞു എന്ന ഫീല്. നേരെ മറിച്ചാണെങ്കിൽ ഇവരുടെ ടോൺ അങ്ങ് മാറും. ഇത് പച്ച നുണ പറഞ്ഞു എന്ന രീതിയിൽ ഇവരുടെ സ്വരം ഉയർത്തി ആവേശം കയറ്റി പറയുന്നതിനെ ലഘൂകരിച്ച് നൈർമല്യമാക്കി പറയുന്ന, അവതരിപ്പിക്കുന്ന ശൈലി കൂടി കണ്ടിരിക്കണം. ഇത് നിഷേധിക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. സതീശൻ ഇങ്ങനെ പറഞ്ഞതിൽ ഒരിക്കലും അത്ഭുതപ്പെടാനില്ല. സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പച്ചത്തെറി, അതായത് വെരിഫൈഡ് അക്കൗണ്ടിലൂടെ പച്ചത്തെറി അതിൽ കമന്റായിട്ട് എഴുതിയ സതീശൻ അത് ഹാക്ക് ചെയ്തതെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ കേസുമായി മുന്നോട്ട് പോകാത്ത ഒരു പെരും നുണയും കൂടിയാണ്. അങ്ങനെ പച്ചത്തെറി അതിലൂടെ വിളിച്ച മഹാൻ അന്ന് അതിനെ പച്ചക്കള്ളം കൊണ്ട് നേരിട്ടെങ്കിൽ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് കാണേണ്ടതുണ്ടോ? അതുകൊണ്ട് കേരള രാഷ്ട്രീയം ഒരിക്കലും ഈ നുണയനെ അർഹിക്കുന്നില്ല. ഒരു പക്ഷേ അധികാര കേന്ദ്രങ്ങളിലെത്തിയാൽ ഈ പെരുന്നുണയൻ വാചകമടി കൊണ്ടും കള്ളങ്ങൾ കൊണ്ട് കേരളത്തെ കുട്ടിച്ചോറാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ ഉദാഹരണമായിട്ട് വേണം ഇതിനെയൊക്കെ കാണാൻ.